ശ്രീയം, കഴിഞ്ഞ ദിവസം കേന്ദ്ര ആഭ്യന്തര വകുപ്പ് UAPA കേസുകളുടെ കണക്ക് പുറത്തുവിട്ടിരുന്നു. 5 വർഷത്തിനിടയിൽ 8,947 പേരെയാണ് UAPA ചുമത്തിയത്. അത് 2018 മുതൽ 22 വരെയുള്ള കണക്കുകളാണ് പുറത്തു വന്നത്. അജിംസ, ഇതിൽ UAPA നിയമം എത്രത്തോളം ദുരുപയോഗം ചെയ്യപ്പെടുന്നുണ്ട് എന്നാണോ ഈ കണക്കുകൾ ഇത്ര വർഷം കൊണ്ട്? നേരത്തെ കൺവെൻഷൻ ലോയെ പറ്റി പറഞ്ഞതല്ലാണ്, അത് ദുരുപയോഗം ചെയ്യാൻ വേണ്ടി തന്നെ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അത് ഉപയോഗിക്കുകയാണ് അവർ ചെയ്യുന്നത്. UAPA എന്ന് പറയുന്ന ഒരു ഡ്രാക്കോണിയൻ ലോയാണ്. അത് ഒരു തരത്തിലും എന്താണ് പറയുക, ഒരു ഗ്ലോബൽ ഹ്യൂമൻ റൈറ്റ്സ് പെർസ്പെക്റ്റീവ് നോക്കിക്കഴിഞ്ഞാൽ ഒരു നിയമമായി പോലും നിലനിൽക്കാൻ യോഗ്യതയില്ലാത്തൊരു നിയമം എന്ന് പറയാം. അത് പലതവണ അമെൻഡ് ചെയ്യപ്പെട്ടു. UPA സർക്കാർ ഉടൻ നിയമമാണ്. 67 ഇന്ദിരാഗാന്ധി UAPA എന്നുള്ളത് പിന്നെ പോട്ടയൊക്കെ മാറിയിട്ട് പോട്ടയൊക്കെ മാറി, പിന്നെ അത് രണ്ടും കോടതി സ്ട്രൈക്ക് ചെയ്തതിനു ശേഷം ഇവർ കൊണ്ടുവന്നൊരു നിയമമാണ്. 2004 UPA ഗവൺമെന്റ് അത് പൊടിതട്ടി എടുക്കുകയായിരുന്നു, ഡെഡായി കിടക്കുകയായിരുന്നു. അത് പോട്ടയ്ക്കും ടാടയ്ക്കും പകരമായിട്ട് കൊണ്ടുവന്നതാണ്. അപ്പോൾ മോദി സർക്കാർ അതിന് ശേഷം ഈ പറഞ്ഞ NIA നിയമത്തിൽ ചെയ്തതുപോലെ തന്നെ അതിലേക്ക് വേറെ കുറേ കാര്യങ്ങൾ കൂടി കൂട്ടിച്ചേർത്തു. അതായത് ടെറർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള നിയമം എന്ന നിലയ്ക്ക് കൊണ്ടുവന്ന നിയമത്തിലേക്ക് ടെറർ ഓർഗനൈസേഷന് പകരം ഈ ഒരു വ്യക്തിയെ തന്നെ ഭീകരനായി പ്രഖ്യാപിക്കാനുള്ള പ്രൊവിഷൻ അതിൽ കൊണ്ടുവന്നു. എന്ന് വേണ്ട കൗണ്ടർഫീറ്റ്, കള്ളനോട്ടടി തുടങ്ങി അങ്ങനെയുള്ള ചെറിയ ചെറിയ സാധാരണ IPCയിലുള്ള കുറേ കുറ്റങ്ങളൊക്കെ ഷെഡ്യൂൾഡ് നിയമങ്ങളാക്കി മാറ്റി. ഇപ്പോൾ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഈ നിയമ ഭേദഗതിക്ക് ശേഷം ആണ്, ഈ 2019 നിയമ ഭേദഗതിക്ക് ശേഷമാണ് അതിലൊരു വലിയ തോതിലുള്ള കുതിച്ചാട്ടമുണ്ടായിട്ടുള്ളത്. നമ്മളിപ്പോൾ ആ പട്ടിക എടുത്ത് നോക്കി അറിയാം. ഈ രാജ്യസഭയിൽ CPIയുടെ മറ്റേ PP സുനീർ ചോദിച്ചൊരു ചോദ്യത്തിന് കൊടുത്ത മറുപടിയിലാണ് ഈ കണക്ക് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ കണക്ക് കഴിഞ്ഞ 5 വർഷത്തെയാണ് ചോദിച്ചത് സുനീർ. 5 വർഷത്ത് കൊടുക്കാനില്ല. അപ്പോൾ 2022 വരെ മാത്രമേ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ ഇത് ഈ ഡാറ്റ പ്രസിദ്ധീകരിച്ചിട്ടുള്ളൂ. അതിനുശേഷം ഡാറ്റയില്ല. നമുക്കറിയാലോ, മോദി സർക്കാരിൻ്റെ അടുത്ത ഡാറ്റ അറിയാലോ. അപ്പോൾ അവർ എന്ത് ചെയ്യുന്നു, 2018 മുതൽ 22 വരെയുള്ള 4 വർഷത്തെ കണക്കാണ് കൊടുത്തിട്ടുള്ളത്, 5 വർഷത്തെ ചോദിച്ചിട്ട്. അപ്പോൾ അതിൽ നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം, ഈ 2019 അമെൻമെൻറ്റിന് തൊട്ട് മുമ്പ് ഈ എല്ലാ സംസ്ഥാനങ്ങളിലും ഈ UAPA ചേർത്തുന്നതിൻ്റെ എണ്ണം വളരെ കുറവാണ്. 2019 ശേഷം ഒരു കുതിച്ചു ചാട്ടാണ്. 2022 ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലും ഏറ്റവും കൂടുതൽ ഈ UAPA കേസുകൾ ചാർത്തിയിട്ടുള്ളത്. അതിൽ ഏറ്റവും മുൻപന്തി നിൽക്കുന്നത് സ്വാഭാവികമായി UP ആണ്. 2ാം സ്ഥാനത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു സംസ്ഥാനം അസമാണ്. അതെങ്ങനെയാണ് അസമിൽ ഇത്രയും കേസ് വരുന്നത്? ഇപ്പോൾ ഗുജറാത്തിൽ 0 ഗുജറാത്തിൽ 0 കേസ്, 0 കൺവിക്ഷൻ. രാജസ്ഥാനിൽ 0, ഒരു കേസുമില്ല. രാജ്യദ്രോഹമില്ല, ടെററിസമില്ല, ഭീകരവാദമില്ല. BJP ഭരിക്കുന്ന സംസ്ഥാനം ഗുജറാത്ത് കഴിഞ്ഞ 35 വർഷമായിട്ട് BJP ആണ് ഭരിക്കുന്നത്. അവിടെ 0 കേസ്, ഒരു UAPA കേസ് പോലും, ഒരു ഭീകരനും ഇല്ലാത്ത സംസ്ഥാനമാണ് ഗുജറാത്ത്. ഒന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ അതേസമയം അസമിലാണ് ഉത്തർപ്രദേശ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കേസുകളുള്ളത്. കേരളവും മോശമല്ല കേട്ടോ. 2022 56 മറ്റേ കേസുണ്ട് UAPA കേസ്. അതിൽ മിക്കവാറും ആ ചായ കുടിക്കാൻ പോയ കേസൊക്കെ ഉണ്ടാവും, പുസ്തകം വായിച്ചതിനും ചായ കുടിച്ച കേസൊക്കെ ഉണ്ടാവും. കേരളം ബീഹാറിനേക്കാൾ മുമ്പിലാണ്. ബീഹാറിൽ കുറവാണ്. അപ്പോൾ ഇതിൽ മറ്റൊരു കാര്യം, ഇതിൻ്റെ കൺവിക്ഷൻ റേറ്റും ഇതിൻ്റെ അപ്പൻഡിക്സ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതാണ് ഏറ്റവും വലിയ തമാശ. ഇതിൽ ചാർജ് ഷീറ്റ് കൊടുത്തത് തന്നെ വളരെ കുറവാണ്. കൺവിക്ഷൻ 1 or 2 കേസുകളാണ്. അതായത് കുറ്റക്കാരാണെന്ന് കണ്ടില്ല. ഇതിൻ്റെ ഈ നിയമനിർമ്മാണത്തിൻ്റെ യഥാർത്ഥ ഉദ്ദേശം, ഇത് ഡ്രാക്കോണിയൻ ആണെന്ന് പറയാനുള്ള കാരണം, ഇതിലൊരാൾ കുറ്റവാളിയായി കഴിഞ്ഞ് അയാളെ കോടതി വിചാരണ ചെയ്ത് കുറ്റവാളിയായി വിധിക്കുന്നവരുള്ളൊരു സമയമുണ്ടല്ലോ, അതാണ് ശിക്ഷ എന്നുള്ളതാണ്. പിന്നെ അയാൾക്ക് ശിക്ഷ കിട്ടിയാലും കിട്ടിയില്ലൊക്കെ ഒരുപോലെയാണ്. കാരണം UAPA ചാർത്തപ്പെട്ട ആരാണ് ജയിലിൽ നിന്ന് പുറത്തുനിന്ന് വളരെ അപൂർവ ആൾക്കാരാണ്. ഇപ്പോൾ ഈ അലൻ ഷുഹൈബ്, ത്വാഹ ഫസലിനെ പോലുള്ളവർക്ക് ഭാഗ്യത്തിന് ജാമ്യം ലഭിച്ചതാണ്. അവർ ജാമ്യാപേക്ഷ പരിഗണിച്ച് ജഡ്ജി നീതിമാനായതുകൊണ്ട് അവർക്ക് ജാമ്യം ലഭിച്ചു. അതർവൈസ് ജാമ്യം കിട്ടാത്ത എത്ര ആയിരക്കണക്കിന് മനുഷ്യരാണ് ജയിലിൽ കിടക്കുന്നത്. അതിപ്പോൾ അസമിലാവട്ടെ, UPയിലാവട്ടെ, കേരളത്തിലാവട്ടെ, മറ്റേത് സംസ്ഥാനങ്ങളിലാണെങ്കിലും UAPA ചാർത്തപ്പെട്ട് ജയിലിൽ അടയ്ക്കപ്പെടുകയാണ്. അപ്പോൾ 1, ജാമ്യം ലഭിക്കുന്നില്ല. 2, ഇതിൽ ചാർജ് ഷീറ്റ് കൊടുക്കാൻ വൈകുന്നു, വിചാരണ വൈകുന്നു. അവസാനം ഏതെങ്കിലും ഘട്ടത്തിൽ ഇത് അവർ ഇവർ കുറ്റക്കാരല്ല എന്ന് കണ്ട് വിട്ടഴിക്കുമ്പോഴത്തേക്കും 10-20 വർഷം. ഇപ്പോൾ 20 വർഷത്തിന് ശേഷം ഭീകര കേസിൽ വിട്ടഴിക്കപ്പെട്ട എത്രയോ വാർത്തകളാണ് നമ്മൾ ഒരു ദിവസം കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ എന്താണ് പറയുക, ഭരണഘടനാപരമായി തന്നെ പൗരന്മാരെ വേട്ടയാടുന്നതിനുള്ളൊരു നിയമമാണ്. അത് ഭരണഘടന നോക്കി വെക്കുകയാണ്. നിയമമാണെന്ന് വെച്ചാൽ നിയമമാണ്. ആ നിയമം മുന്നിൽ വെച്ചുകൊണ്ട് തന്നെ ഭരണകൂടത്തിന് ഇഷ്ടമില്ലാത്ത ആളുകളെ പിടിച്ച് ജയിലടയ്ക്കാനുള്ളൊരു നിയമം അത്രയേ ഉള്ളതിന്. എന്നിട്ട് നമ്മളിപ്പോഴും എന്താണ് പറയുക, നമ്മളിപ്പോൾ അടിയന്തരാവസ്ഥയെക്കുറിച്ച് വിലപിക്കുന്നു. അടിയന്തരാവസ്ഥ നാളുകളിൽ ഭരണഘടനയെ സസ്പെൻഡ് ചെയ്തിരുന്നു, അടിയന്തരാവസ്ഥ നാളുകളിൽ പൗരാവകാശം ഇല്ലാതിരുന്നു,
അടിയന്തരാവസ്ഥയിൽ പൗരന്മാരെ വേട്ടയാടിയിരുന്നു. ഇത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാതെ തന്നെ ഒരു നാട്ടിൽ അടിയന്തരാവസ്ഥ എങ്ങനെ കൊണ്ടുവരാം? ഞാൻ ഈ വാർത്ത കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് ഈ ഡൽഹി റൈറ്റാണ്. 2020 ഡൽഹി റൈറ്റാണ്. യഥാർത്ഥത്തിൽ ഡൽഹി റൈറ്റ് എന്താണ്? പൗരത്വ നിയമത്തിനെതിരെ ഒരു കൂട്ടം ആളുകൾ പ്രതിഷേധിക്കുന്നു. അവർ ജനാധിപത്യപരമായി സമാധാനപരമായി ഒരു പ്രതിഷേധമുയർത്തുന്നു. ആ പ്രതിഷേധം അവസാനിപ്പിക്കണം എന്ന് സംഘപരിവാർ സംഘടനകൾ ചലഞ്ച് ചെയ്യുന്നു, വെല്ലുവിളിക്കുന്നു. ആളുകളെ മുഴുവൻ ഒഴിപ്പിക്കണം, ഒരാളെയും ഇവിടെ നിർത്താൻ പാടില്ല. അത് ഒഴിപ്പിക്കാൻ സർക്കാരിന് കഴിയാതെ വരുമ്പോൾ ഗോലി മാരോ സാലോങ്കോ എന്ന മുദ്രാവാക്യം വിളിക്കുന്നു. ആര്? ഇപ്പോൾ കേന്ദ്രമന്ത്രിസഭയുള്ള ആളുകൾ വരെ. അവരുടെ ആഹ്വാനം കേട്ട് യുവാക്കൾ തോക്കുമായി വന്ന് സമരക്കാർക്കെതിരെ നിറയൊഴിക്കുന്നു. അവർ സംയമനം പാലിക്കുന്നു. അവർക്കെതിരെ നിറയൊഴിക്കുമ്പോൾ അവർ സംയമനം പാലിച്ച് നൽകുന്നു. ആ സമരവുമായി മുന്നോട്ട് പോകുന്നു. എന്നിട്ടും ആ സമരം അവസാനിപ്പിക്കാതിരുന്നപ്പോൾ ഡൽഹി മുഴുവൻ കലാപം അഴിച്ചുവിടുന്നു. കലാപം അഴിച്ചുവിട്ട് ഈ സമരം ചെയ്യുന്ന ആളുകളുടെ സമുദായങ്ങളെ കൊന്നു തള്ളുന്നു. എന്നിട്ട് ആ കലാപത്തിന് വേണ്ടിയെടുത്ത കേസുകളിൽ ഈ കൊന്നു തള്ളപ്പെട്ട ആളുകൾ, സമരം ചെയ്ത ആളുകളെ UAPA ചേർത്ത് അകത്തിട്ടിരിക്കുന്നു. സമരത്തിൽ പങ്കെടുത്തു എന്നതിൻ്റെ പേരിൽ, സമരത്തിൽ പ്രസംഗിച്ചു എന്നതിൻ്റെ പേരിൽ ഇപ്പോഴും എത്രയോ പേരുകൾ, നമ്മളിപ്പോഴും ഇത്ര വർഷമായി ഉമർ ഖാലിദ് മുതൽ ഷർജിൽ ഇമാം വരെ എത്രയോ പേരുകളാണ് നമ്മുടെ മുമ്പിലുള്ളത്. അപ്പോൾ ആളുകൾക്ക് എപ്പോഴും ജയിലിലാണ്. അവരെന്ത് കുറ്റം ചെയ്തിട്ടാണ്? സമരം ചെയ്തതിൻ്റെ പേരിൽ. അപ്പോൾ തങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ആളുകളെ വേട്ടയാടി പിടിക്കാനും തുറുങ്കിലടയ്ക്കാനും ഭരണകൂടത്തിന് കൊടുത്തിട്ടുള്ള ഒരു പ്രൊവിഷനാണ് നിയമം. തീർച്ചയായിട്ടും ഈ നിയമം ഒരു ആധുനിക ജനാധിപത്യ രാജ്യത്ത് ഉണ്ടാവാനേ പാടില്ലാത്ത നിയമമാണ്. ആ നിയമത്തെ ഒരു ഡ്രാക്കോണിയൻ നിയമത്തെ ഏറ്റവും മനുഷ്യത്വ വിരുദ്ധമായി, ഭരണഘടനാ വിരുദ്ധമായി അമെൻഡ് ചെയ്ത് അത് ഒരു സമഗ്രാധിപത്യ സർക്കാർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇതിൻ്റെ എണ്ണം കൂടിക്കൊണ്ടുവരുന്നത്. ഇപ്പോൾ ഈ 2022 ശേഷമുള്ള 3 വർഷം എന്തുണ്ടായി എന്ന കണക്ക് നമ്മുടെ മുമ്പിലില്ല. ആ കണക്കേ ഇല്ല. അസമിലൊക്കെ എന്താണ് സംഭവിച്ചിട്ടുണ്ടാവുക? ഞാൻ ഈ കണക്ക് കണ്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയതാണ്. എങ്ങനെയാണ് ഈ അസം 2ാം സ്ഥാനത്ത് വന്നെന്നുള്ളതാണ്. അസാമിൽ നമുക്കറിയാം ഉൾഫ വിഘടനവാദികൾ ഉണ്ടായിരുന്ന സ്ഥലമാണ്. അവിടെ അങ്ങനെയുള്ള ലോ ആൻഡ് ഓർഡർ ഇഷ്യൂ ഉണ്ടായിരുന്ന സമയങ്ങളാണ്. പക്ഷേ അസം ആ അർത്ഥത്തിൽ പൊതുവേ ഇപ്പോൾ അവിടെ വിഘടനവാദമില്ല, ആ അർത്ഥത്തിലുള്ള സായുധമായ നീക്കങ്ങളൊന്നുമില്ല. പിന്നെ എങ്ങനെയാണ് UAPA അവിടെ ചാർത്തപ്പെടുന്നത്? ഞാൻ ന്യായമായും സംശയിക്കുന്നത് ഈ മുമ്പ് പൗരത്വ പ്രക്ഷോഭകാലത്ത് അസമിൽ NRCക്കെതിരെ നടന്ന സമരത്തിൽ അവിടുത്തെ പൗരാവകാശ പ്രവർത്തനം മുഴുവൻ അന്ന് പിടിച്ച് അകത്തിട്ടിരുന്നു. അതിനുശേഷം എന്ത് സംഭവിക്കുന്നു? പ്രത്യേകിച്ചും ഹിമന്ത ബിശ്വ ശർമ്മ അധികാരത്തിൽ വന്നതിന് ശേഷം അവിടെ എങ്ങനെ UAPA ഉപയോഗിക്കപ്പെടുന്നു എന്നുള്ള കാര്യത്തെക്കുറിച്ച് നമ്മുടെ മുമ്പിൽ ഒരു ഡാറ്റയില്ല, ഒരു വിവരങ്ങളുമില്ല, ഒരു വാർത്തകളുമില്ല. അതുകൊണ്ട് അസം, ഞാൻ പറയുന്നു, ഇന്ത്യയിലെ മറ്റൊരു പരീക്ഷണശാലയായി, ഹിന്ദുത്വ പരീക്ഷണശാലയായി ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. മുമ്പ് ഗുജറാത്ത് നടന്നതുപോലെ അസം ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് ന്യായമായി സംശയിക്കേണ്ടതുണ്ട്. സാർ, ഈ കരിനിയമത്തെ കേരളത്തിൽ എങ്ങനെയാണ് എന്നുള്ളതാണ്. ഇപ്പം ലാസ്റ്റ് ഈ അലൻ ഷുഹൈബിൻ്റെ ഒരു പോസ്റ്റ് നമ്മൾ കണ്ടതാണ്. അതായത് വേട്ടയാടിക്കൊണ്ടേയിരിക്കുന്നു, വേട്ടയാടലിന് ഒരു താമസ സ്ഥലം പോലും ഇല്ലാത്ത രീതിയിൽ വേട്ടയാടുന്നു എന്നുള്ളതാണ്. അപ്പം അതിങ്ങനെ പിന്തുടർന്നുകൊണ്ടിരിക്കുക. ജാമ്യം ലഭിച്ചാൽ പോലും അവർ സ്വതന്ത്രരല്ല എന്നുള്ളതാണ്. അല്ല, അതിപ്പോൾ ഒരു സാധാരണ കേസിൽപ്പെട്ട ഒരാൾ പോലും ജാമ്യം ലഭിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിനുണ്ടാകുന്ന സാമൂഹികമായിട്ടുള്ള ബഹിഷ്കരണവും ഈ തുറച്ചു നോട്ടങ്ങളൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. അപ്പോൾ ഒരു ഭീകരവാദ കേസിൽപ്പെട്ട ഒരാളെ സംബന്ധിച്ച് എന്തായിരിക്കും? കേരളത്തെ പോലെ ഒരു പുരോഗമനപരമായ അന്തരീക്ഷമുള്ള, ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ജാഗ്രതയുള്ള ഒരു സമൂഹമുള്ള ഒരു സ്ഥലത്ത് ഇങ്ങനെയാണെങ്കിൽ കേരളത്തിന് പുറത്ത് ഇപ്പോൾ അജിംസ് പറഞ്ഞ ആയിരക്കണക്കിന് UAPA കേസുകളിൽ പെട്ടിട്ടുള്ള ചെറുപ്പക്കാരുണ്ട്. അവരുടെ ജീവിതം എന്താണ്, അവരുടെ കുടുംബങ്ങളുടെ ജീവിതം എന്താണ്, അവരുടെ മക്കളുടെ ജീവിതം എന്താണ്, അതൊക്കെ ഒന്ന് ജസ്റ്റ് ആലോചിച്ചാൽ മതി. അത് നമ്മൾ ഈ പറയുന്ന ഇപ്പോൾ മുംബൈ ബോംബ് ബ്ലാസ്റ്റ് കേസിൽ പ്രതികളാക്കപ്പെട്ട അവരുടെ ബന്ധുക്കൾ കഴിഞ്ഞ ദിവസങ്ങൾ മാധ്യമങ്ങളോട് സംസാരിച്ചല്ലോ. കഴിഞ്ഞ 19 വർഷം ഏതുതരം ജീവിതമായിരുന്നു. നമ്മൾ വിചാരിക്കും ഈ ജയിലിൽ പിടിച്ചിട്ട് ആളാണ് തടവറയിൽ നിന്ന്, അതിലും വലിയ തടവറയിലാണ് ബന്ധുക്കൾ. മനസ്സിലാക്കണം, ഈ ജയിലിൽ പിടിച്ചിട്ട് ആളുകളെ സംബന്ധിച്ചത് അവരെ ജയിലിനകത്ത് കഴിയുകയാണ്. അവർ അവിടെ നിന്ന് ഗോതമ്പുണ്ട് എന്താണെന്ന് വെച്ചാൽ നിൽക്കുന്നു. പക്ഷേ പുറത്തുള്ള ആളുകൾ എന്താ പറയുക, ഒരു അദൃശ്യമായ തടവറക്കുള്ളിലാണ്. അവർക്ക് മര്യാദയ്ക്ക് യാത്ര ചെയ്യാൻ പറ്റില്ല, മക്കളെ സ്കൂളിൽ അയക്കാൻ പറ്റില്ലെന്നേ. ഭീകരവാദിയുടെ മകൻ എന്നാണ് ടീച്ചർ അവനെ കാണുന്നത്. സഹപാഠികൾ അവൻ്റെ അടുത്തിരിക്കാൻ മടിക്കും. നോക്കൂ, 19 വർഷം ഈ കുടുംബങ്ങൾ കടന്നു പോയിട്ടുള്ള ഓടിയൽ എന്താണ്, അവരുടെ ദുരിത പർവ്വം എന്താണെന്ന് ആലോചിച്ചു. അപ്പം അങ്ങനെ ആയിരക്കണക്കിന് ആളുകളെ പിടിച്ചകത്തിട്ടിരിക്കുന്നുണ്ട് എന്നാണ് പാർലമെൻറ്റിൽ ഇവർ തന്നെ സമ്മതിച്ചിരിക്കുന്നത്. UP എന്ന് പറയുന്ന സംസ്ഥാനങ്ങളിൽ 1ാം സ്ഥാനമാണ്. കശ്മീർ അവിടെ ഉണ്ട്. കശ്മീരിൽ 2633 കേസുകളാണ് കഴിഞ്ഞ 5 വർഷം, 2022 വരെയുള്ള 5 വർഷം. അതിൽ കൺവിക്റ്റഡ് ആയിട്ടുള്ള ആളുകൾ എത്രയാണെന്നറിയോ? 13 പേരാണ്. 2633 പേരെ പിടിച്ച് അകത്തിട്ട് 13 പേരാണ്. ദേശീയ തലത്തിലാണ് 8947 ആളുകൾ. അതിൽ 252 പേരാണ് കുറ്റക്കാരാണ് കണ്ടെത്തിയിരിക്കുന്നത്. പക്ഷെ ഇതിൽ നമ്മൾ കാണേണ്ട ഒരു കാര്യം, ഇതിൽ കൺവിക്ഷൻ റേറ്റ് കുറവാണെന്ന് പറയുമ്പോൾ അതിന് വേറൊരു അർത്ഥം കൂടെ ഉണ്ട് കേട്ടോ. ഇതിലെല്ലാറ്റിലും വിചാരണ പൂർത്തിയായി വിധി പറഞ്ഞിട്ടുണ്ടാവില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്തായിരിക്കും?
ഈ പറയുന്ന മനുഷ്യരെല്ലാം വിചാരണ തടവുകാരെ അകത്ത് കിടക്കുകയാണെന്ന് കൂടെയാണ്. അപ്പോൾ 8,947 പേർക്കെതിരെയാണ് കേസെടുത്തതെങ്കിൽ അതിൽ 6000 ചില്ലാൻ കേസുകൾ 6503 പേർക്ക് കുറ്റപത്രം കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഈ കുറ്റപത്രങ്ങൾ പ്രത്യേകിച്ച് ആയിരക്കണക്കിന് പേജുകൾ കുറ്റപത്രമായിരിക്കും. അതാണെന്ന് വെച്ചാൽ പലപ്പോൾ ഈ പ്രതികളുടെ ഭാഷകൾ പോലും ആയിരിക്കില്ല. അങ്ങനെയുണ്ട് കേട്ടോ. അപ്പോൾ ഈ കുറ്റപത്രം സമർപ്പിക്കുന്നു, വിചാരണ കാലാവധി അത് എഗൈൻ നീണ്ടു പോകുന്നു. ഇങ്ങനെയൊക്കെയാണ് ഇത് പോകുന്നത്. ഇതിൽ പിടിക്കപ്പെട്ട ഒരു ചെറുപ്പക്കാരനെ സംബന്ധിച്ച് അയാളുടെ യൗവനം തീരുക എന്നുള്ളതാണ്. അയാളുടെ കുടുംബത്തിൻ്റെ ജീവിതം തീരുക, അവരുടെ ബിസിനസ് തീരുക, അവസാനിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് കുറ്റപത്രം സമർപ്പിച്ചു, വിചാരണ കഴിഞ്ഞു, എല്ലാറ്റിലും നമ്മൾ മഹാഭൂരിപക്ഷം കേസുകൾ നമ്മൾ കാണുന്നത് വെറുതെ വിടുകയാണ്. പക്ഷെ വെറുതെ വിട്ട് കഴിഞ്ഞാൽ ഓരോ അതിമാരകമായ ശിക്ഷ അവർ ഏറ്റു കഴിഞ്ഞിട്ടുണ്ട്. ഈ നിയമത്തിൻ്റെ സഹജമായിട്ടുള്ളൊരു സ്വഭാവമാണ്. 67 ഇന്ദിരാഗാന്ധി നിയമം ഉണ്ടാക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നിശ്ചയമായിട്ടും അതിനൊരു കോണ്ടക്ഷൻ ഉണ്ടെന്ന് വിചാരിക്കുക. എന്ന് വെച്ചാൽ മിസോറാം, നാഗാലാൻഡ് സംസ്ഥാനങ്ങളിലുണ്ടായിട്ടുള്ള ഇൻസർജൻസി, തമിഴ്നാട്ടിലുണ്ടായിട്ടുള്ള ഈ ദ്രവീഡിയൻ ഇൻസർജൻസി, അതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് നിയമം ഉണ്ടാകുന്നത്. എന്ന് പറഞ്ഞാൽ നാഷണൽ ഇൻറ്റഗ്രിറ്റി ആൻഡ് സോവറിറ്റി, അതാണ് അതിൻ്റെ ഒരു പ്രൈം ഫോക്കസായി വെച്ചിരുന്നത്. നാഷണൽ സോവറിറ്റിയെ ചലഞ്ച് ചെയ്യുന്ന സ്വഭാവത്തിലുള്ള സംഘടനകളെയും അത്തരം സംവിധാനങ്ങളെയും ടൈം ചെയ്യുക, അതിനെ പിടിച്ചു കെട്ടുക എന്നൊരു നിശ്ചയത്തിലാണ് ആ നിയമം ഉണ്ടാകുന്നത്. പിന്നെ കുറേ കാലം അത് ഈ ദ്രവീഡിയൻ മൂവ്മെൻറ്റൊക്കെ നിലയ്ക്ക് ദ്രവീഡിയൻ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് ഈ ദ്രവീഡിയൻ സെപ്പറേറ്റിസം അത് സപ്രസ് ചെയ്യപ്പെടുകയല്ല, അത് ഏതോ നിലയ്ക്ക് അത് ഇല്ലാതാകുന്നു. പിന്നെ 2004 ഈ UPA ഗവൺമെൻറ് ഈ നിയമം പൊടി തട്ടിയെടുക്കുന്നത്. 2004 അമെൻമെൻറ്റ് കൊണ്ടുവരുന്നുണ്ട്, 2008 അമെൻമെൻറ്റ് കൊണ്ടുവരുന്നുണ്ട്. അതിമാരകം ഇന്നത്തെ സ്വഭാവത്തിലുള്ള ഇത് മാരക സ്വഭാവം, ഈ പ്രഹര സ്വഭാവം വരുന്നത് 2019 2019 UAP ആക്ട് മാത്രമല്ല NIA ആക്ടും കൂടെ ഭേദഗതി ചെയ്യുന്നു. NIA ആക്ട് ഭേദഗതി ചെയ്തുകൊണ്ട് സംഭവിക്കുന്ന വളരെ വളരെ ഗുരുതരമായിട്ടുള്ള ഒരു മാറ്റം സംഭവിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോ ആൻഡ് ഓർഡർ എന്ന് പറയുന്നത് ഭരണഘടനാപരമായി കൺകറൻറ്റ് ലിസ്റ്റിൽ പെട്ടിട്ടുള്ളൊരു സംഗതിയാണ്, സ്റ്റേറ്റ് ലിസ്റ്റിൽ പെട്ടിട്ടുള്ളൊരു സംഗതിയായിരുന്നു. എന്നാണ് കേരളത്തിൻ്റെ ലോ. കേരളത്തിലൊരു ഒരു ഒഫൻസ് ഉണ്ടായാൽ ആരാണ് അതിൽ കേസെടുക്കുന്നത്? കേരള പോലീസാണ്. ആരാണ് അതിന് പ്രൊസീഡിങ്സ് കൊണ്ടുപോകുന്നത്? കേരള പോലീസാണ്. CBI പിന്നെയുള്ളത് CBI ആണ്. CBI പോലും ഒരു കേസ് ഏറ്റെടുക്കുകയാണ് അതാത് ലോക്കൽ ഗവൺമെൻറ്, സ്റ്റേറ്റ് ഗവൺമെൻറ് NOC കിട്ടണം അവർക്ക്, അങ്ങനെയാണ്. പക്ഷേ NIA ആക്ട് വരുന്നതോടുകൂടി 2019 NIA ആക്ടിലെ ഭേദഗതി വരുന്നതോടുകൂടി ഏത് സംസ്ഥാനത്തും ഏത് കേസും എടുക്കുവാൻ സംസ്ഥാന DGPയുടെ അറിവില്ലാതെ തന്നെ കേസുകൾ എടുക്കാൻ ആർക്ക് അധികാരം ലഭിച്ചു? NIAക്ക് അധികാരം ലഭിച്ചു. അപ്പോൾ NIAക്ക് NIA ഒരു കേസെടുത്ത് കഴിഞ്ഞാൽ UAP ബുക്ക് ചെയ്യാം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ വെള്ളിയോറം പങ്ങാളിൽ ഒരു തല്ല് നടന്നാൽ അതിൽ BJPക്ക് ഒരു രാഷ്ട്രീയ താല്പര്യമുണ്ടെന്ന് വിചാരിക്കുക, അവർക്കത് NIA കൊണ്ട് ബുക്ക് ചെയ്യിപ്പിക്കാം. മനസ്സിലായില്ലേ? ഫലത്തിൽ എന്താ സംഭവിക്കുന്നത്? ലോ ആൻഡ് ഓർഡർ എന്ന് പറയുന്ന സ്റ്റേറ്റ് ലിസ്റ്റിൽ പെട്ടിട്ടുള്ള ഒരു കാര്യം പ്രയോഗത്തിൽ എന്തായി മാറുകയാണ്? യൂണിയൻ ലിസ്റ്റിലേക്ക് പോവുകയാണ്. ഭരണഘടനാ ഭേദഗതി ഒന്നും ആവശ്യമില്ല കേട്ടോ. ഭരണഘടനാ ഭേദഗതി ഇല്ലാതെ തന്നെ വേറൊരു ആക്ട് അമെൻഡ്മെൻറ്റ് ചെയ്തുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു ഭരണഘടനാ തത്വം അട്ടിമറിക്കപ്പെടുകയായിരുന്നു. ഇപ്പോൾ UAPയുടെ കാര്യത്തിൽ ഇന്ത്യയിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പ്രതികളാണെന്ന് ഞാൻ പറയാം. ഏതാണ്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടി, ഇടതുപക്ഷം അതിനോട് ഇപ്പോൾ UPA കാലത്ത് ഒരു സന്ദർഭത്തിൽ എനിക്ക് തോന്നുന്നു അവർ ഒരു ഭേദഗതിയെ പിന്തുണച്ചിട്ട് ഒരു ഘട്ടത്തിൽ വിട്ടു നിന്നിട്ടാണ് എൻ്റെ ഓർമ്മ. ഒന്നുകൊണ്ട് ഏതോ ഒരു തവണ എതിർക്കാത്തതിൻ്റെ പേരിൽ ഇദ്ദേഹം സെബാസ്റ്റ്യൻ പോൾ അതിനെ വിമർശിച്ചത് എനിക്ക് ഓർമ്മയുണ്ട്. അദ്ദേഹം വോട്ടെടുപ്പിൽ പങ്കെടുക്കാതെ മാറിയെന്നൊരു സംഭവമുണ്ട്. അത് എനിക്ക് 2004 എനിക്ക് തോന്നുന്നത്. 2008 അതിലാ മുഹമ്മദ് സലീമിൻ്റെ ഒരു പ്രസംഗമൊക്കെ ഉണ്ട് പാർലമെൻറ്റിൽ UAPക്കെതിരെ. ഇനി ഏതൊരു ഘട്ടത്തിൽ എതിർക്കാത്തതിനെ സെബാസ്റ്റ്യൻ പോൾ എതിർത്തത് എനിക്ക് ഓർമ്മയുണ്ട്. അത് 2004 സാധ്യത. പക്ഷേ ജനറലി CPMൻ്റെ പൊളിറ്റിക്കൽ പൊസിഷൻ എന്തായിരുന്നു? UAPക്കെതിരായിരുന്നു. UAPക്കെതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള നിലപാട് അവർ സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷേ അങ്ങനെയൊക്കെ ആയിരിക്കണം ഈ പറഞ്ഞ മാതിരി കേരളത്തിലാണ് ഇപ്പോൾ രാജ്യസഭയിൽ കൊടുത്ത കണക്ക് പ്രകാരം 130 കേസുകളാണ് കേരളത്തിൽ കഴിഞ്ഞ 5 വർഷം എടുത്തിരിക്കുന്നത്. ബീഹാർ എന്ന് പറഞ്ഞാൽ ബീഹാറിൽ നക്സൽ ഇൻഫെസ്റ്റഡ് ജില്ലകളുള്ള സംസ്ഥാനമാണ്. ബീഹാറിൽ 118 കേസുകളേ ഉള്ളൂ. അതിന് മാത്രം എന്താണ് മഹാഭീകരത കേരളത്തിലുണ്ടായത് എന്ന് വേറെ ആലോചിക്കണം. ഇപ്പോൾ പറഞ്ഞാൽ കട്ടൻ ചായ കുടിക്കാൻ പോയതാണ് നമുക്കറിയാവുന്ന ഒരു ഭീകരത. ആ കട്ടൻ ചായ കുടിക്കാൻ പോയ പയ്യൻ അയാളെ പോലീസ് എങ്ങനെയാണ് ഇപ്പോൾ ട്രീറ്റ് ചെയ്യുന്നത് കഴിഞ്ഞ 2 ദിവസം മുമ്പ് എഴുതി. ആ മനുഷ്യന് ഇടതുപക്ഷ കുടുംബത്തിൽ നിന്ന് വരുന്ന ആളാണ് കേട്ടോ. അത് മനസ്സിലാക്കണം. ദീർഘകാലത്തെ ഇടതുപക്ഷ പ്രവർത്തന പാരമ്പര്യമുള്ള ഒരു കുടുംബത്തിൽ നിന്ന് വരുന്ന ആളാണ്.
ഒരു നിയമം ഇത്രയും സാധ്യതകൾ എന്താണ് എങ്ങനെയും അടിച്ച് വീശാൻ പറ്റുന്ന ഒരു നിയമം കയ്യിൽ കിട്ടിയാൽ എല്ലാവരും അതിൻ്റെ ആനുകൂല്യങ്ങൾ എടുക്കും. അത് ഇടതുപക്ഷ സർക്കാരാലും എടുക്കും എന്നുള്ളതാണ് ഈ 118 അല്ല 130 കേസുകൾ കാണിക്കുന്നത്.